നിങ്ങൾ എത്ര പേര് തമിഴ്നാട്ടിൽ കല്യാണം കൂടിയിട്ടുണ്ട്? ഇവരുടെ ആചാരവും അനുഷ്ഠാനവും ഒക്കെ വേറെ വേറെയാണ്. അതൊക്കെ നേരത്തെ കാണുന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ലേറ്റാണ്. ഇതാണ് നമ്മളെ കല്യാണത്തിന് ക്ഷണിച്ചത്. ഇവളുടെ അനിയൻ്റെ കല്യാണമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെക്കനെയും പെണ്ണിനെയൊക്കെ പോയി കണ്ട് കുറച്ച് അവരുടെ കൂടെ ഫോട്ടോ ഒക്കെ നിന്ന് എടുത്തിട്ട് നമ്മൾ ഇനി ഭക്ഷണം കഴിക്കാൻ പോവാണ്. അതാണ് നമ്മുടെ മെയിൻ പരിപാടി. ഓൾറെഡി നമ്മൾ എത്തിയപ്പോൾ തന്നെ 2:30 ആയിട്ടുണ്ട് ഉച്ചക്ക്. പക്ഷേ ഇവിടെ പന്തലിൽ ഭയങ്കര തിരക്കാണ്. ഓഡിറ്റോറിയത്തിൽ ഭക്ഷണം കഴിക്കാനുള്ള സീറ്റിന് ഭയങ്കര അടിയാണ്. എത്ര മണിക്കും? 2:30ക്കും. നമുക്ക് സീറ്റൊക്കെ കിട്ടി. നമ്മൾ സീറ്റിലൊക്കെ ഇരുന്ന് ഇലക്കിട്ട് ഇരുന്ന് ആദ്യം നമുക്ക് അവർ ചിക്കൻ കറിയാണ് കേട്ടോ, ഒരു ചിക്കൻ ഗ്രേവിയാണ് കൊണ്ടു തരുന്നത്. ഇത് മട്ടൻ ബിരിയാണി. മട്ടൻ ബിരിയാണിയൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ടാണ് കൊണ്ടുവന്ന് കൊട്ടുന്നത്. പണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പാത്രം വെച്ചിട്ട് കൊട്ടലില്ലേ ബിരിയാണി, അതേപോലെ. പിന്നെ പായസം വന്നു. നേരം വൈകിയത് കൊണ്ട് അച്ചാറും തൈരും ഒന്നുമില്ല. ഷുഗർ എങ്ങനെയുണ്ട്? ഇത്ര ഷുഗർ തോന്നില്ല, അത്ര മധുരക്കട്ട. ഇങ്ങനെ നമ്മുടെ ചോറൊക്കെ കഴിച്ച് കഴിയാനായപ്പോഴാട്ടോ ചിക്കൻ പൊരി വന്നത്. ചിക്കൻ പൊരി സെക്കൻഡ് റൗണ്ടാണ് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഇതാണ് ഇവിടെ ഹൈലൈറ്റ്. ഇവിടെ ഭക്ഷണത്തിനെക്കാട്ടും ഹൈലൈറ്റാണ്. ഇത് പാക്കാണ്. ഇവരൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. ഞാനൊന്നും കഴിക്കാൻ പോയില്ല, എനിക്ക് അതിൻ്റെ മണം തന്നെ ഇഷ്ടമായില്ല. പിന്നെന്താ, ഫ്രൂട്ട്സ് കട്ട് ചെയ്തത് കിട്ടും, ഐസ്ക്രീം കിട്ടും. ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഐസ്ക്രീം അല്ല തോന്നുന്നുണ്ട് അത്. അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഡിഷ്. അതെന്തായാലും ഞങ്ങൾ കഴിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ കല്യാണത്തിന് പോയിട്ട് ഒരു കാര്യം മനസ്സിലായി. കല്യാണത്തിന് വിളിച്ചാൽ നേരത്തിനും കാലത്തിനും പോകണം. അല്ലാതെ 2 മണിക്കും 3 മണിക്കും കല്യാണത്തിന് പോയാൽ നമുക്ക് കുറേ സാധനം മിസ്സാവും. ഇവിടെ തമിഴ്നാടൻ കല്യാണത്തിൻ്റെ ഹൈലൈറ്റ് തന്നെ ഫുഡാണ്. അപ്പോൾ അടുത്താണ് നമുക്ക് കല്യാണത്തിന് നേരത്തെ പോവാം.